OSA ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്താ ഇതെന്ന് പലർക്കും തിരിച്ചറിവുണ്ടായിരിക്കില്ല. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയപ്പെടുന്ന പ്രശ്നം രാത്രിയിൽ ഉറക്കത്തിൽ കൂർക്കം വലിച്ച് നല്ല ശബ്ദത്തോടു കൂടി കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നു എന്നുള്ള ഉണർവ് പോലും തിരിച്ചറിയാതെ വീണ്ടും കൂർക്കം വലിച്ച് വീണ്ടും ഇതുപോലെ ഞെട്ടി ഉണരുകയും ഇങ്ങനെ പല സൈക്കിൾസായിട്ട് കൂർക്കം വലിക്കലും ഞെട്ടി ഉണരുകയുമായിട്ടുള്ള ഈ പ്രതിഭാസം ഉറക്കത്തിൽ സംഭവിക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുടെ ശ്വാസോച്ഛ്വാസം ശരിയല്ലാതെ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും. നാവ് പുറകോട്ട് വീണ് ശ്വാസം ചെല്ലുന്ന വഴിയെ അടച്ച് ശരീരത്തിലേക്ക് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് തലച്ചോറ്, ഹൃദയം, അതുപോലത്തെ ജീവന് പ്രധാനപ്പെട്ട അവയവങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓക്സിജൻ്റെ പോരായ്മ കൊണ്ട് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കും. ദീർഘമായിട്ടുള്ള, അതായത് എവറി ഡേ പല മണിക്കൂറുകൾ, നമ്മളൊരു ചുരുങ്ങിയത് 6 തൊട്ട് 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ ഈ ഉറക്കം ബ്രേക്കായി അതിൻ്റെ അകത്ത് ഈ ഉറക്കത്തിൻ്റെ അകത്ത് ഓക്സിജൻ്റെ പോരായ്മ വരുമ്പോൾ ബ്രെയിൻ, ഹാർട്ട് പോലത്തെ ഓർഗൻസിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ പലതുമായിട്ടുള്ളത് ഒന്ന് ഹൈപ്പർ ടെൻഷൻ, അതായത് BP, 2 ഷുഗർ, പിന്നെ എൻഡോക്രൈൻ പ്രോബ്ലംസ്, പൂർണ്ണമാവാത്തതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മശക്തി കുറയുക, കോൺസെൻട്രേഷൻ കുറയുക, പിറ്റേ ദിവസത്തെ വർക്കിൽ മുഴുവനായിട്ട് അങ്ങ് ഇൻവോൾവ് ആകാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ജോലി സ്ഥാപനത്തിലും പേഴ്സണൽ ലൈഫിലും പല പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരുടെ ഈ പരിഹസിച്ച് തള്ളാത്ത, അതായത് കൂർക്കം വലി എന്ന് പറഞ്ഞ് പരിഹസിച്ച് തള്ളാതെ അതിനും ഒരു പരിഹാരം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ OSA എന്നുള്ള പ്രശ്നത്തിന് നമുക്ക് സ്ഥിരീകരിക്കാനുള്ള സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയപ്പെടുന്ന ഒരു പഠനം ചെയ്ത് അതിൽ പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് സ്ഥിരീകരിച്ച് ആ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉറക്കം പൂർണ്ണതയോട് കൂടിയിട്ടുള്ള ഒരു ഉറക്കം കിട്ടാൻ സാധ്യമാകുന്നതായിരിക്കും.